നമസ്കാരം. ഒരു സ്റ്റാഫിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫ് എങ്ങനെ സെയിലടിക്കാം, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ആൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ശ്രദ്ധാപൂർവം കാണിക്കുക. സെയിൽസ്മാൻ്റെ പേര് മുകളിൽ കാണിക്കുന്നുണ്ടാവും. നമുക്ക് ഇന്നത്തെ ഡാറ്റ നോക്കണമെങ്കിൽ ടുഡേ എന്നുള്ളത് നോക്കിയാൽ ഡാഷ്ബോർഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഡാഷ്ബോർഡിലാണ് ഇന്നത്തെ ഡാറ്റ കാണിച്ചാൽ ടോട്ടൽ സെയിൽസ് എത്രയാണ്, അതുപോലെ കളക്ഷൻ എത്ര എടുത്തു, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ട്, പർച്ചേസ് എത്ര രൂപയ്ക്ക് ചെയ്തു, ഗ്രോസ് പ്രോഫിറ്റ്, എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് മാർജിന്, സ്റ്റോക്ക് വാല്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് കാണിക്കുന്നുണ്ടാവും. ഗ്രാഫെല്ലാം കാണിക്കുന്നുണ്ടാവും. യെസ്റ്റർഡേ കണക്ക് നോക്കിയാൽ യെസ്റ്റർഡേത്തെ കാണിക്കും. ദിസ് വീക്സ് നോക്കിയാൽ ആ വീക്സത്തെ കാണിക്കും. നമുക്ക് പ്രീവിയസ് മന്ത് നമുക്ക് നോക്കണമെങ്കിലും കസ്റ്റമായിട്ട് നമുക്ക് ഡേറ്റ് കൊടുത്തിട്ടും നോക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷന്. മെനു തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് അടിക്കാം. സെയിൽ അടിക്കുക എന്ന് പറയുന്നത് സെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അടിച്ച സെയിൽസുകളും കൂടെ കാണാൻ പറ്റും. നമ്മളിവിടെ ഇന്ന് സെയിൽസ് ഒന്നും വേറെ അടിക്കാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ന്യൂ സെയിൽ അടിക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു സെയിൽ അടിക്കുമ്പോൾ ഷോപ്പിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഒരു കൂൾ ബാർ നമ്മൾ മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്ത ഷോപ്പുകളിലാണ് നമുക്ക് അടിക്കാൻ പറ്റുക. ഡേറ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും. ആ ഷോപ്പിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. അതേപോലെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ആഡ് പ്രൊഡക്റ്റിൽ നമ്മളിപ്പോൾ ഡെമോ ആയിട്ട് 2-3 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനതിൽ കാണിക്കുന്നു. ഇത് 56. ഇനി അത് 2 ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ 2 എന്നുള്ളത് കാണിക്കും. ടോട്ടൽ എമൗണ്ട് എത്ര എന്നുള്ളത് കാണിക്കും. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടോട്ടൽ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്താൽ ഇപ്പോൾ 117 രൂപയാണ്, 100 രൂപ റിസീവ് ചെയ്തു എന്നുള്ളതാണെങ്കിൽ നമുക്ക് 100 രൂപ റിസീവ്ഡ് എന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്താൽ റെസിപ്റ്റ് വേറെ അടിക്കേണ്ട. അത് ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ വന്നതെന്നുണ്ടെങ്കിൽ ബാങ്കിൽ എത്ര രൂപ, ക്യാഷിൽ എത്ര രൂപ എന്നുള്ളത് നമുക്കറിയുന്നുണ്ടാവും. ക്യാഷാണ്. നോട്ട്സ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. 17 രൂപ 60 പൈസ ബാലൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലേ. 117.60 ആയിരുന്നു ടോട്ടൽ എമൗണ്ട്. അതിൽ 100 രൂപ റിസീവ് ചെയ്തു. 17 രൂപ 60 പൈസ സെയിൽ ഇൻവോയ്സ് എന്നുള്ളത് സേവ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സെയിൽസ് അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു സെയിൽസ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കളക്ഷനാണ്. കളക്ഷന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. റിസീവ്ഡ് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ഷോപ്പിൻ്റെ പേര് കൊടുക്കുക. ആ ഷോപ്പിൻ്റെ പേരിൽ നമുക്ക് എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ആ എമൗണ്ട് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആൾ 1500 രൂപയാണ് തന്നതെന്നുണ്ടെങ്കിൽ 1500 എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ക്യാഷ് ആണോ പിന്നെ UPI ആണോ ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എന്നുള്ളത് കൊടുക്കുക. സേവ് പേയ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് അത് പേയ്മെൻറ്റ് വന്നതായിട്ട് കാണിക്കും. ഓക്കെ, അടുത്തത് ഷോപ്പുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ഒരു ഷോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആഡ് ഷോപ്പ് കൊടുക്കുക. ഷോപ്പിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ഓണറുടെ പേര് കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുക. ജസ്റ്റ് ഒരു കസ്റ്റമർ കോഡ് എന്തെങ്കിലും ഒരു കോഡ് കൊടുക്കുക. സ്ഥലപ്പേര് എവിടെയാണെന്നുള്ളത് അത് നമ്മൾ അടിച്ചു കൊടുക്കുക. ടൗൺ എവിടെയാണെന്നുള്ളത് ടൗൺ അടിച്ചു കൊടുക്കുക. ഏത് റൂട്ടിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് ആ റൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ ഷോപ്പിൽ ക്രെഡിറ്റ് ലിമിറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഈ ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ട് 400 രൂപ തരാനുണ്ടെങ്കിൽ 400 എന്നുള്ളത് ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം. സേവ് ഷോപ്പ് അടിക്കുക. സേവ് എന്നുള്ളത് കൊടുത്താൽ ഷോപ്പ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഷോപ്പ് ക്രിയേറ്റ് ആവുന്നത് അങ്ങനെയാണ്. ഇത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ് അതിൽ റെഡ് മാർക്ക് കാണിക്കുന്നത്. അത് അപ്ഡേറ്റ് ആവാത്തത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, ന്യൂ കസ്റ്റമറെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോയിട്ട് ന്യൂ കസ്റ്റമറായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ എൻട്രി എന്നുള്ളത് കൊടുക്കുക. ന്യൂ എൻട്രി കൊടുത്താൽ പുതിയൊരു പോപ്പ് ഓപ്പൺ ആവും. ഏത് ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വർക്ക് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് തന്നെ അവിടെ സെലക്ട് ചെയ്തിടുക. ആ ഷോപ്പിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ഓണറുടെ പേര് കൊടുക്കുക. ഫോൺ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. അവരുടെ വാട്സപ്പ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. പ്ലേസ് എവിടെയെന്നുള്ളത് അടിച്ചു കൊടുക്കുക. നമ്മുടെ ഡേറ്റ് അവിടെ കാണിക്കുന്നുണ്ടാവും തന്നെയാണെന്നുള്ളത്. ഏത് റൂട്ടിലേക്കാണെന്നുള്ളത് നമ്മൾ റൂട്ട് ഇത് ഡെമോ അക്കൗണ്ടാണ്, ഡെമോ കൊടുത്തു. ഇത് ലീഡാണോ പിന്നെ ഓർഡർ എടുത്തിട്ടുണ്ടോ എന്താണെന്നുള്ളത് കൊടുക്കുക. അവരിപ്പോൾ കറൻ്റ്ലി ഏത് ഐറ്റമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരോമയാണെങ്കിൽ ആരോമ പിന്നെ 50 പാക്കറ്റ് ആണെങ്കിൽ 50 പാക്കറ്റ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. നമ്മൾ ഏത് ഐറ്റമാണ് നമ്മളേക്കൊന്ന് അവർ ഓർഡർ എടുത്തത്, അത് എത്ര പാക്കറ്റാണ് നമ്മൾ ഓർഡർ എടുത്തത് എന്നുള്ളത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ 5 പാക്കറ്റ് കേടാണ്, ഇതൊരു എക്സാമ്പിളാണ് ഞാൻ അടിച്ചിരുന്നത്. നമുക്ക് ആ ഷോപ്പിനെ കുറിച്ച് എന്തെങ്കിലും നോട്ട്സുകൾ എഴുതാണ്ടെങ്കിൽ ആ നോട്ട്സുകളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അതിനുശേഷം സേവ് എൻട്രി കൊടുക്കാം. സേവ് എൻട്രി കൊടുക്കുമ്പോൾ നേരിട്ട് സേവ് ആവും. ഇത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അത് വർക്ക് ചെയ്യാത്തതാണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ന്യൂ കസ്റ്റമർ എടുക്കുന്ന റൂട്ട് പിന്നെ റിപ്പോർട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. യെസ്റ്റർഡേ റിപ്പോർട്ട്, ലാസ്റ്റ് ഡേ റിപ്പോർട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിപ്പോർട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഏത് സ്ഥാപനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും നമുക്കിവിടെ പിന്നെ ആ ഷോപ്പിനെ പിന്നെ നമുക്കിവിടെ ഇത് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം.
ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഡെമോ ബേക്കറി ഇപ്പോൾ കണ്ടില്ലേ ഓപ്പണിങ് എത്രയായിരുന്നു, ബില്ല് എത്ര ചെയ്തു, കളക്ട് ചെയ്തു എത്ര, ബാലൻസ് എത്രയെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏത് സ്ഥാപനത്തിൻ്റെ സ്റ്റോക്കും കാണാൻ പറ്റും. പ്രൊഫൈലിൽ സ്റ്റാഫിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ കൊടുക്കാം, പാസ്വേഡിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബ്രാഞ്ച് ഡെമോ എല്ലാം നമുക്കവിടെ പ്രൊഫൈലിൽ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു സ്റ്റാഫ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക.